കുവൈത്തിൽ നടക്കുന്ന ഹാല ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റാഫിളുകളിലൊന്നിൽ തട്ടിപ്പ് നടന്നായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈജിപ്ഷ്യൻ പൗരന്മാരായ ഭർത്താവും ഭാര്യയും ഉൾപ്പെടെ 3 പേരെ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോടികൾ വില വരുന്ന കാറുകളുടെ സമ്മാനം സ്ഥിരമായി ഒരേ ആളുകൾക്ക് നൽകി ആളുകളെ വഞ്ചിക്കുന്ന രീതിയിലാണ് നറുക്കെടുപ്പ് നടന്നിരുന്നത്. നറുക്ക് എടുക്കുന്ന വ്യക്തി തൻ്റെ കയ്യിൽ ആദ്യമേ ഒരു നറുക്ക് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷമാണ് നറുക്ക് തിരഞ്ഞെടുക്കുന്ന പോലെ അഭിനയിച്ച് അനേകം നറുക്കുകളിൽ നിന്ന് ഒന്നായിട്ട് അത് എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ നറുക്ക് ഒളിപ്പിച്ചു പിടിച്ചത് വ്യക്തമാണ്. ഈ കൃത്രിമത്വം സംബന്ധിച്ച് വാണിജ്യ വ്യവസായ മന്ത്രാലയം ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവം വിവാദമായതോടെ 8ാമത് റാഫേൽ ഡ്രോയുടെ സമ്മാന വിതരണം താൽക്കാലികമായിട്ട് നിർത്തിവച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് മന്ത്രാലയത്തിലെ ഒരു ജീവനക്കാരനെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നറുക്കെടുപ്പിൽ വിജയിച്ചതായി കണക്കാക്കിയ ഈജിപ്ഷ്യൻ പൗരയായ സ്ത്രീയെ രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് എയർപോർട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ഇവരുടെ ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവാദങ്ങൾക്ക് മറുപടിയായി അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് ഉടനടി നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് മന്ത്രാലയം ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. സമ്മാന വിതരണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായും അന്വേഷണവും ഓഡിറ്റ് പ്രക്രിയയും പൂർത്തിയാക്കുന്നതിനുമായി ബന്ധപ്പെട്ട അധികാരികളെ ഏകോപിപ്പിച്ചതായും മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ റാഫിളുകളുടെ സുതാര്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത മന്ത്രാലയം ആവർത്തിച്ചു. പൊതുജനവിശ്വാസത്തെ തകർക്കുന്ന ഏതൊരു ലംഘനത്തിനെതിരെയും കർശന നടപടിയെടുക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ വെളിച്ചത്തിൽ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സുതാര്യത, സമഗ്രത, നീതി എന്നിവയ്ക്കായുള്ള പ്രതിബദ്ധത ഉറപ്പാക്കുന്നതായി യഹാല കുവൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മാനേജ്മെന്റും അറിയിച്ചു.